കുട്ടികളുടെ സ്കിൻ കെയർ ഇമ്പോർട്ടൻ്റ് ആണോ? നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. നമ്മുടെ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളുടെ സ്കിൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മുതിർന്നവരെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളിലുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് റീൽസിലോ വീഡിയോസിലോ കാണുന്നത് പോലെ ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷേ കുട്ടികളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ പ്രോപ്പറായിട്ടുള്ളൊരു സ്കിൻ കെയർ ഫോളോ ചെയ്യണം. സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിന്നിൽ മോയ്സ്ചർ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ വെള്ളം ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിലും, നമ്മുടെ ശരീരത്തിനകത്തുള്ള പോലെ തന്നെ സ്കിന്നിലും കറക്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ചെയ്യേണ്ട കാര്യം, കുട്ടികൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുകയാണ്. ഇപ്പോൾ ഒരു 3 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ വെള്ളം കുടിക്കാതെയാവും, സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങും, സ്കിൻ പൊട്ടുന്ന കണ്ടീഷൻ ഉണ്ടാവും. ചില കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, സ്കൂളിലേക്കൊക്കെ വെള്ളം കൊടുത്ത് വിടുന്നുണ്ടാവും, പക്ഷെ അതുവരെ കുടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞാലെങ്കിലും കറക്റ്റായിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്ന സമയത്ത് കുട്ടികൾ ഇപ്പം ക്ലിനിക്ക് വന്നിട്ട് ഇപ്പോൾ ആരാണെങ്കിലും, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കേസ് വന്നത്, ആൾ വന്ന് പറയുന്ന സമയത്ത് സ്കിന്നിൽ വൈറ്റ് പാച്ച് പോലെ ഉണ്ടായിരുന്നു. വൈറ്റ് പാച്ച് ഉള്ളപ്പോൾ ഇത് വെള്ളപ്പാണ്ടാണോ, ഇത് എന്തെങ്കിലും ഇനി പ്രശ്നമുണ്ടോ, വെള്ള പാച്ചുകൾ കണ്ടിട്ട്, അല്ലെങ്കിൽ വൈറ്റമിൻ്റെ കുറവാണെന്നൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് പാരൻസ് വന്നിട്ടുള്ളത്. അത് നോക്കുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ളൊരു കണ്ടീഷൻ, പിട്രിയാസിസ് ആൽബ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. എന്ന് വെച്ചാൽ വൈറ്റ് പാച്ചസ് സ്കിന്ന് ഡ്രൈ ആവുന്ന കാരണം, അല്ലെങ്കിൽ കുട്ടി കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്ന കാരണമൊക്കെ വന്നിട്ടുള്ളൊരു കണ്ടീഷനാണത്. അത് നമ്മൾ ഒരുപാട് മെഡിസിൻ എടുക്കുകയൊന്നും വേണ്ട. കറക്റ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുറത്തിറങ്ങുമ്പോൾ വെയിൽ അധികം കൊള്ളുന്നുണ്ട്, അത് ഒഴിവാക്കുകയും വേണം. അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഈ കുട്ടി വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരുന്നു, സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേസിലൊക്കെ ഇങ്ങനെ വട്ടത്തിലുള്ള ഈ ഒരു മാർക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ആകെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുക, മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 3 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഈ പിട്രിയാസിസ് ആൽബ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, ഒരു സൺസ്ക്രീൻ. കുട്ടികളുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നതുണ്ട്. കുട്ടികൾക്ക് സൺസ്ക്രീൻ ഇവൻ 6 മാസത്തിന് ശേഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് സേഫ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം നമ്മൾക്ക് മേടിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ മുതിർന്നവരുടെ ഒരു പ്രോഡക്റ്റുകളും കുട്ടികളെ അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രോഡക്റ്റുകൾ മുതിർന്നവരും അപ്ലൈ ചെയ്യാതിരിക്കുക. എനിക്ക് ബേബി സോപ്പാണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് സ്കിന്നിന് ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഒരിക്കലും നല്ലതല്ല. അതിൽ കുട്ടികളുടെ സ്കിന്നിൽ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ രാവിലെയും രാത്രിയും കുളിച്ചതിന് ശേഷം ചെറിയ നനവുള്ള സ്കിന്നിൽ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ സൺസ്ക്രീൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക, ഈ വെയിലത്തൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ മഴക്കാലം വരുന്ന സമയത്ത് മഴയാണെന്ന് വിചാരിച്ചിട്ട് വെള്ളം കുടിക്കാത്ത കുട്ടികളുണ്ടാകും, കറക്റ്റായിട്ട് വെള്ളം കുടിപ്പിക്കുക. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇതാണ് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട. ചില ആളുകൾ പറയാറുണ്ട് സ്കിന്ന് പെട്ടെന്ന് ഡാർക്കനൊക്കെ ആയി, ഈ ഒരു പ്രായത്തിൽ എൻ്റെ കുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, 5 വയസ്സിൽ 6 വയസ്സിൽ അവർക്ക് ഭയങ്കര കൺസേൺ ആയിരിക്കും. ആ ഒരു സമയത്തൊന്നും കുട്ടിയുടെ സ്കിന്നിൻ്റെ കളറ് മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പ്രോഡക്റ്റുകളൊന്നും അപ്ലൈ ചെയ്യരുത്. അവരൊരു 18 വയസ്സിന് ശേഷം എന്താണ് സ്കിന്നിൽ വേണ്ടതെന്ന് നോക്കിയിട്ട് അതിന് ശേഷം മാത്രം അങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അതിന് മുന്നേ ആയിട്ട് ചെയ്യണത് നല്ലതല്ല. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വരുന്നതാണ് എക്സിമ പോലെയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ചിലർക്ക് വരും വട്ടച്ചൊറി പോലെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും, സ്കൂളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതുപോലെ പലതരത്തിലുള്ള ഡെർമറ്റൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ടോപ്പിക് ആവട്ടെ, പലതരത്തിലുള്ള ഡെർമറ്റൈറ്റിസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഏത് കണ്ടീഷനാണെന്നനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള സ്കിന്ന് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു പിഗ്മെൻറ്റേഷനോ കാണുന്ന സമയത്ത് നമ്മൾക്കിത് വെള്ളപ്പാണ്ടാണെന്ന് പേടിക്കേണ്ട കാര്യമില്ല. ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ കുട്ടികളുടെ സ്കിൻ കെയറിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ SPF 30 ഉള്ളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളുടെ സ്കിന്ന് സെൻസിറ്റീവാണ്, അതിനനുസരിച്ച് മാനേജ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം എന്തൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഒരു 16 വയസ്സ് വരെ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി. മുഖം ഒന്ന് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിന്നൊന്ന് നമ്മൾ കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്യുക. ഒരുപാട് സോപ്പോ ഹാഷ് കെമിക്കൽസോ ഉപയോഗിക്കാതിരിക്കുക. ഹാഷായിട്ട് ഉരച്ച് തേച്ച് കുളിക്കുന്ന പരിപാടിയൊന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീനും
അത്രയും മതി നമ്മളൊരു 16 വയസ്സ് വരെയുള്ള ആളുകൾക്ക്, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ. ഇനി വളർന്നു വരുന്ന സമയത്ത് പിമ്പിൾസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം അതിനെ ട്രീറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് വേണ്ടത്. അത് പിന്നീട് ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ സ്കിൻ കെയറിൽ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.